ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുക്തയുടെ അമ്മ സത്യ അരവിന്ദനുമായിട്ടുള്ള വിവാഹം തീരുമാനിച്ചുറപ്പിച്ചത് മുക്തയുടെ ഫ്രണ്ട്സുകളോട് പറയാണ്. അങ്ങനെ അരവിന്ദനുമായിട്ടുള്ള വിവാഹം ഒരിക്കലും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല, എനിക്കത് താല്പര്യമില്ല, എനിക്ക് കൈലാഷിനെയാണ് വേണ്ടത് എന്ന് പറയുന്ന സമയത്ത് മുക്തയുടെ ഫ്രണ്ട്സുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി ഒരേ ഒരു വഴിയുള്ളൂ, ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കൈലാഷ് തന്നെ നിൻ്റെ അമ്മയോട് സംസാരിക്കണം. നിൻ്റെ അമ്മയോട് സംസാരിച്ചാൽ പിന്നെ ഉറപ്പായും കൈലാഷിനെയാണോ അരവിന്ദനെയാണോ എന്നുള്ള ചോദ്യത്തിൽ നിന്നും ഉറപ്പായും നിന്റെ അമ്മ കൈലാഷിനെ തന്നെയാണ് തിരഞ്ഞെടുക്കുകയുള്ളൂ. അത് കേട്ടപ്പോൾ കൈലാഷിനോട് സംസാരിക്കാം എന്നുള്ള തീരുമാനമെടുക്കാൻ കേട്ടോ. അങ്ങനെ ഓഫീസിലെത്തിയ ശേഷം കൈലാഷിനോട് സംസാരിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ കൈലാഷ് ഒരു വർക്കിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് പറയണ, കൈലാഷ് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താണ് മുക്ത എന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക എന്ന് പറയുമ്പോൾ, എന്താണ് നീ പറഞ്ഞോ എന്ന് പറയുന്ന സമയത്ത്, കൈലാഷ് നീ എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛനെ കണ്ട് സംസാരിക്കണം, നീ ആരെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം നീ അച്ഛനോട് പറയണം, എന്നിട്ട് എത്രയും പെട്ടെന്ന് കല്യാണത്തിനുള്ള കാര്യങ്ങൾ ഒരുക്കാൻ പറയണം. അപ്പോൾ കൈലാഷ് തന്നെ അങ്ങ് അതിശയിച്ചു പോവാണ്, ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, എന്താ മുക്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കൈലാഷ് ചോദിക്കുമ്പോൾ മുക്ത പറയാണ്, അതെ കൈലാഷ് പ്രശ്നമുണ്ട്, എത്രയും പെട്ടെന്ന് ഇക്കാര്യം നിന്റെ അച്ഛനുമായിട്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ കൈലാഷ് പറയാണ്, അച്ഛൻ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഒരു ടാർഗറ്റ് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛനോട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, അതുവരെ ഞാനൊന്നും അച്ഛനോട് സംസാരിക്കില്ല, അച്ഛൻ പറഞ്ഞ ടാർഗറ്റ് അച്ചീവ് ചെയ്യാതെ ഞാൻ എങ്ങനെ അച്ഛനോട് എൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയും എന്നങ്ങ് പറയുമ്പോൾ മുക്ത പറയണേ, കൈലാഷ് നീ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നോ, കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നങ്ങ് പറഞ്ഞിട്ട് മുക്ത കാര്യം പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും അവിടേക്ക് പാർവതി കൈലാഷിന് കൊടുക്കാനുള്ള ചായയുമായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ സാർ എന്നങ്ങ് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മുക്ത അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ പാർവതിയെ കാണുമ്പോൾ മുക്തയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്ത് വേണം നിനക്ക് എന്ന് മുക്ത ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ, ഞാൻ സാറിന് കോഫി കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോൾ, കോഫിയൊന്നും ഇപ്പോൾ കൊടുക്കണ്ട, നീ പോ എന്ന് പറയുമ്പോൾ, ഞാൻ എല്ലാ സമയത്തും ഈ സമയത്താണ് ഞാൻ സാറിന് കോഫി കൊടുക്കാറുള്ളത്, ഇതൊന്ന് കൊടുത്തിട്ട് ഞാൻ അങ്ങ് പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ, നിന്നോടല്ലേ പറഞ്ഞത് കൊടുക്കണ്ട എന്നുള്ളത് എന്ന് പറയട്ടെ. അപ്പോൾ കൈലാഷ്, വാ പാർവതി എനിക്ക് കോഫി തന്നിട്ട് നീ പൊയ്ക്കോ എന്ന് പറയട്ടെ. അങ്ങനെ പാർവതി കൈലാഷിൻ്റെ അടുത്തേക്ക് ടേബിളിൻ്റെ അടുത്തേക്ക് കോഫി കൊടുന്ന് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പാർവതിയെ മുക്ത അങ്ങ് പിടിക്കുകയാണ് കേട്ടോ, കയ്യിൽ കയറി പിടിക്കുകയാണ്. എന്നിട്ട് കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. അതോടുകൂടി കയ്യിലുള്ള ചായ എല്ലാം നിലത്തേക്ക് വീഴുകയാണ് പാർവതിയുടെ. അത് കാണുന്ന സമയത്ത് കൈലാഷിന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈലാഷ് ദേഷ്യത്തിൽ അങ്ങ് എണീറ്റ് മുക്തയെ അങ്ങ് കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്, നീ എന്തിനാണ് പാർവതിയെ അടിച്ചത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് അപ്പോൾ ആ മുക്ത തന്നെ അങ്ങ് അതിശയിച്ച് പോവാണ്. അപ്പോൾ പാർവതി കൈലാഷ് അടുത്തേക്ക് ചെന്നിട്ട് പാർവതി എന്ന് പറഞ്ഞ് വിളിക്കാനുണ്ട്. അപ്പോൾ പാർവതി ഒന്നും മിണ്ടാതെ വിഷമത്തോടു കൂടി കണ്ണിലൊക്കെ വെള്ളം നിറച്ചോണ്ട് ചായയും ആ പ്ലേറ്റും എടുത്തുകൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ മുക്തയോട് ചോദിക്കുകയാണ്, നീ എന്ത് ധൈര്യത്തിലാണ് പാർവതിയെ നീ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അവൾ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ടില്ല, അവളോടല്ലേ ഞാൻ പറഞ്ഞത് കൈലാഷിന് കാപ്പി കൊടുക്കണ്ട എന്ന്, നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അത് അനുസരിക്കാത്തതുകൊണ്ടല്ലേ, നീ എന്തിനാണ് അവൾക്ക് വേണ്ടി ഒരു തൂപ്പുകാരിക്ക് വേണ്ടി നീ എന്നെ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അവളൊരു തൂപ്പുകാരി മാത്രമല്ല, അവളെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, അവളാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി മുക്ത അങ്ങ് അതിശയിച്ചു പോവാൻ കേട്ടോ. മുക്ത ഒരു ഞെട്ടലോട് കൂടിയോ ഷോക്കോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ കൈലാഷ് മുക്തയോട് തുറന്ന് പറയുകയാണ്, ഞാൻ സ്നേഹിക്കുന്നതും ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും പാർവതിയാണ് എന്നങ്ങ് പറഞ്ഞതോടുകൂടി മുക്ത അങ്ങ് പൊട്ടിക്കരയുകയാണ്. അന്ന് തന്നെ എൻ്റെ ഇഷ്ടം ഞാൻ ഡാഡിയോട് പറഞ്ഞാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ നീയും അത് അറിഞ്ഞേനെ, അതല്ല എന്നുണ്ടെങ്കിൽ നിന്നോടെങ്കിലും എൻ്റെ ഇഷ്ടം എനിക്ക് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു, എങ്കിൽ നിനക്കിങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ മുക്ത ചോദിക്കുകയാണ്, എന്താ കൈലാഷ് നിനക്ക് പറ്റിയത്, നിനക്ക് ഭ്രാന്താണോ, നിനക്ക് യോജിച്ച പെണ്ണാണോ പാർവതി, അവൾക്കുണ്ടോ വല്ല വിദ്യാഭ്യാസവും, അവളൊരു നാട്ടും പുറത്തുകാരിയാണ്, നിനക്ക് യോഗ്യതപ്പെട്ടവളാണോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് മുക്ത, എൻ്റെ അച്ഛൻ്റെ മകനായി പിറന്നത് കൊണ്ടല്ലേ എനിക്കിപ്പോൾ ഇതൊക്കെ ഉള്ളത്, എനിക്ക് ഈ കിട്ടിയ യോഗ്യതകൾ എല്ലാം എൻ്റെ അച്ഛൻ്റെ കാരണമല്ലേ, എൻ്റെ അച്ഛൻ്റെ കാരുണ്യം കൊണ്ടല്ലേ. അപ്പം അതുപോലെയല്ല പാർവതി അധ്വാനിച്ച് അവളുടെ കുടുംബം നോക്കാനാണ് ശ്രമിക്കുന്നത്, എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അധ്വാനിച്ച് പാർവതി അവളുടെ കുടുംബത്തെ മുഴുവൻ നോക്കുന്നത്, അവൾക്ക് നല്ലൊരു മനസ്സുണ്ട്, മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള മനസ്സാണ് പാർവതിയുടേത്, അവളെ സ്നേഹിക്കാൻ എനിക്കാണ് യോഗ്യത വേണ്ടത് എന്നങ്ങ് പറയുന്ന സമയത്ത് കൈലാഷിൻ്റെ ആ മറുപടികൾ കേൾക്കുന്ന സമയത്ത് മുക്തയ്ക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാനിന്ന് ഇത്രയെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം പാർവതിയാണ്, പാർവതി ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞത് മുതലാണ് ഞാൻ ഈ കമ്പനിയിലേക്ക് വരാൻ തുടങ്ങിയത് തന്നെ, എനിക്ക് എല്ലാ ദിവസവും പാർവതിയെ കാണാൻ
വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമ്പനിയിലേക്ക് വരുന്നത്. എനിക്ക് അത്രയും വലിയ അപകടം സംഭവിച്ച സമയത്ത് എന്നെ പാർവതിയാണ് രക്ഷപ്പെടുത്തിയത്. പാർവതി ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ ഭൂമിയിലില്ല. എൻ്റെ കൂടെ നിന്ന് എന്നെ പരിചരിച്ചു, രാവും പകലും ഇല്ലാതെ എന്നെ സംരക്ഷിച്ചു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നു. ഒരു അമ്മയുടെ പോലെയാണ് എന്നെ പാർവതി പരിചരിച്ചതും സ്നേഹിച്ചതും. അതൊക്കെ ഞാൻ നിന്നോട് എത്ര പറഞ്ഞാലും നിനക്കത് മനസ്സിലാവില്ല. എല്ലാത്തിനും പഠിപ്പും പണവുമാണ് പ്രാധാന്യം എന്നുള്ളത് നിന്റെ വെറും തെറ്റിദ്ധാരണയാണ് മുക്ത. പണവും പ്രതാപവും നോക്കി മാത്രം നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല മിത്ര. നമ്മുടെ ജീവിത പങ്കാളിയായി അവൾ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് തോന്നണം. അങ്ങനെ ഒരു ഭാര്യയായി എൻ്റെ മനസ്സിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും വന്നിട്ടുള്ളത് അത് എൻ്റെ പാർവതിയാണ് എന്നങ്ങ് പറയുമ്പോൾ അത് കേട്ടപ്പോൾ മുക്തയ്ക്ക് വല്ലാത്തൊരു ഷോക്ക് ആവുകയുണ്ടോ. എന്നിട്ട് മുക്ത ചോദിക്കുകയാണ്, അല്ല അങ്കിൾ ഇതിന് സമ്മതിക്കുമെന്നുള്ളത് കൈലാഷിന് തോന്നുന്നുണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോൾ കൈലാഷ് പറയുന്നത്, തീർച്ചയായും അച്ഛൻ ഇതിന് സമ്മതിക്കും. എന്നെക്കാളും കൂടുതൽ പാർവതിയെ ഇഷ്ടപ്പെടുന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ്. അപ്പോൾ ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അവർ എന്നോടൊപ്പം നിൽക്കും. അത് കേട്ടപ്പോൾ ദേഷ്യത്തിൽ മുക്ത ചോദിക്കുകയാണ്, അല്ല അവൾക്ക് നീ സ്നേഹിക്കുന്നതിനെ കുറിച്ച് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ ഇതുവരെയും പാർവതിയോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. ആദ്യം ഞാൻ അച്ഛനോട് സംസാരിച്ച ശേഷമാണ് ഞാൻ പാർവതിയോട് പറയൂ എന്നും പറഞ്ഞ് കൈലാഷ് അവിടെ നിന്ന് പോവാൻ കേട്ടോ. അങ്ങനെ കൈലാഷ് പോയി കഴിഞ്ഞ ശേഷം വാവിട്ട് പൊട്ടിക്കരയുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ദേഷ്യത്തിൽ സങ്കടത്തോട് കൂടിയിട്ടും പൊട്ടി പൊട്ടി അലറിയും കരയുകയാണ് കേട്ടോ. ഈ സമയം കൈലാഷ് നേരെ പാർവതിയുടെ അടുത്തേക്ക് ചെല്ലണം. അപ്പോൾ പാർവതിയാണെങ്കിലോ അടിച്ചതിനെ കുറിച്ച് ഓർത്ത് സങ്കടത്തോട് കൂടി നിൽക്കാൻ കേട്ടോ. അങ്ങനെ കൈലാഷ് അടുത്തേക്ക് ചെന്നിട്ട് പറയണ്, പാർവതി നിനക്ക് മുക്ത അടിച്ചത് കൊണ്ട് വളരെ വിഷമമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പെട്ടെന്ന് അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതോട് എനിക്ക് നല്ല വിഷമമുണ്ട്. അവൾക്ക് വേണ്ടി ഞാൻ നിന്നോട് സോറി പറയുന്നു എന്ന് പറയുമ്പോൾ, എന്തിനാണ് സാർ എന്നോട് സോറി പറയുന്നത്? സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ ഭാഗത്താണ് തെറ്റുള്ളത്. ഞാൻ അവിടേക്ക് വരാൻ പാടില്ലായിരുന്നു. എന്നോട് മുക്ത മേഡം അവിടെ നിന്ന് പോവാൻ പറഞ്ഞ സമയത്ത് എനിക്ക് പോയാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ അത് ചെയ്തില്ല. ഞാൻ ഇവിടുത്തെ വെറും ഒരു ജോലിക്കാരിയല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ കൈലാഷ് പറയും, എന്താ പാർവതി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാനും അച്ഛനും നിന്നോട് അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ലല്ലോ. ഞങ്ങൾ നിന്നെ കാണുന്നത് എന്നങ്ങ് പറഞ്ഞിട്ട് പെട്ടെന്നങ്ങ് നിർത്തിയിട്ട് കൈലാഷ് പറയണ്, ഞങ്ങൾ നിന്നെ കാണുന്നത് ഒരു അംഗത്തെ പോലെയാണ്. ഞങ്ങളെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. ഇനി മുതൽ മുക്ത ഒരിക്കലും നിന്നോട് ഇങ്ങനെയൊന്നും പെരുമാറില്ല. ഞാൻ മുക്തയോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ പാർവതി പിന്നെ എനിക്ക് ജോലിയുണ്ട് സാർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ കൈലാഷിനാണെങ്കിൽ മുക്ത കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പാർവതിയുടെ മനസ്സിൽ നല്ല വേദന ആയിട്ടുണ്ട് എന്നൊക്കെ കൈലാഷ് മനസ്സിൽ ചിന്തിക്കുകയാണ്. ഈ സമയം ഫ്രണ്ട്സുകളുടെ അടുത്തേക്ക് മുക്ത ചെന്നിട്ട് അങ്ങ് അലറുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ അങ്ങ് എറിഞ്ഞു പൊട്ടിക്കുകയാണ്. അപ്പോൾ ഹൃതികയൊക്കെ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറയുകയാണ്. കൈലാഷ് എന്നെയല്ല സ്നേഹിക്കുന്നത്, ആ പട്ടിക്കാട്ടുകാരി, ആ നാട്ടുപുറത്തുകാരിയായിട്ടുള്ള ആ പാർവതിയാണത്രേ സ്നേഹിക്കുന്നത് എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് മുക്തയുടെ ഫ്രണ്ട്സുകൾ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് മുക്ത പറയാണ്, ഇനി എനിക്ക് ഒരു നിമിഷം പോലും ജീവനോടെ ഇരിക്കണമെന്നില്ല എന്ന് പറഞ്ഞ് സ്വയം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങാട്ടോ. അപ്പോഴത്തേക്കും ഹൃതികയും കൂട്ടുകാരി അങ്ങ് തടയുകയാണ്, നീ എന്ത് വിഡ്ഢിത്തരമാണ് കാണിക്കുന്നത്? നീ മരിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകോ? ഇല്ലല്ലോ, നീ മരിച്ചാൽ നിനക്ക് പോവും. നീ മരിച്ചു കഴിഞ്ഞാൽ കൈലാഷ് പാർവതിയെയും കല്യാണം കഴിച്ച് സുഖമായി സന്തോഷത്തോടു കൂടി ജീവിക്കും. അതിന് നീ അനുവദിക്കരുത്. അവളെ ബുദ്ധിമുട്ടിച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ അവളെ ഓടിക്കണം. അതാണ് നീ ചെയ്യേണ്ടത്. അതിനുള്ള വഴിയാണ് നീ നോക്കേണ്ടത്. അല്ലാതെ അവർക്ക് സ്വസ്ഥതയും സമാധാനത്തോടു കൂടിയും ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയല്ല വേണ്ടത് എന്നങ്ങ് പറഞ്ഞ് ഉപദേശിച്ചപ്പോൾ, അത് നീ പറഞ്ഞത് ശരിയാണ്. ഇല്ല, എനിക്ക് കൈലാഷിനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി വേറെ ആർക്കും കൈലാഷിനെ കിട്ടില്ല. ഒന്നല്ലെങ്കിൽ കൈലാഷിനെ എനിക്ക് കിട്ടും, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റാർക്കും കൈലാഷിനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിക്കാൻ കേട്ടോ. ഈ സമയം പാർവതി ഗന്ധർവം കൊടുത്ത മാല എടുത്ത് നോക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട്, ഗന്ധർവ നിന്റെ ഹൃദയത്തിന്റെ പാതി ഞാനാണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ജൂബിലി ഫംഗ്ഷന്റെ അന്ന് ഉറപ്പായും ഗന്ധർവൻ എൻ്റെ അടുത്ത് വന്ന് ഇക്കാര്യം പറയണം. എനിക്ക് ഗന്ധർവനെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിലും ഏനും ആ ഹൃദയത്തിന്റെ ബാക്കി ഭാഗം എടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്, നീയാണ് എൻ്റെ ജീവിത പങ്കാളി, നിന്നെ കണ്ട മുതൽ എൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയതാണ് എന്നൊക്കെ കുറിച്ച് അങ്ങനെയുള്ള വാക്കുകളെ കുറിച്ചൊക്കെ പ്രിയനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ അന്നത്തെ ഫംഗ്ഷൻ്റെ അന്ന് നിന്റെ മുന്നിലേക്ക് ഞാൻ നേരിട്ട് വരും. എന്നിട്ട് ഞാനാണ് നിന്നെ ഇതുവരെ സ്നേഹിച്ചത്, ഞാനാണ് നീ തേടുന്ന ഗന്ധർവൻ എന്ന് ഞാൻ നിന്റെ മുഖത്ത് നോക്കി പറയും എന്നൊക്കെ പ്രിയനും ആ ഹൃദയത്തിലെ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പാർവതിയുടെ ഫോട്ടോ എടുത്ത് മൊബൈൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് പ്രിയൻ കിടക്കുന്നത്. ഈ സമയം കൈലാഷ് ആണെങ്കിൽ ഒരു ഗിഫ്റ്റ് എടുക്കുകയാണ്. എന്നിട്ട് അതിലൊരു മോതിരം ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ആ മോതിരം എടുത്ത്, ഇത് ഞാൻ എൻ്റെ പാർവതിക്ക് സമ്മാനമായി അന്നേ ദിവസം ഞാൻ കൊടുത്തിരിക്കും. എന്നിട്ട് എൻ്റെ പാർവതിയോട് ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് പറയും, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന്. പ്രിയൻ ഫോട്ടോയിൽ നോക്കിയിട്ട് പാർവതിയോട് പറയണേ, ഞാനാണ് ഗന്ധർവൻ എന്ന് അറിഞ്ഞാൽ നിനക്ക് എന്നോടുള്ള വെറുപ്പ് അലിഞ്ഞു പോകുമോ പാർവതി? അപ്പോൾ ഈ സമയം പാർവതി ആ മാലയിൽ നോക്കിയിട്ട് പറയണേ, ഞാൻ ചോദിക്കാതെ എനിക്ക് വേണ്ടി എൻ്റെ നാട്ടിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സൈക്കിൾ എൻ്റെ അടുത്ത് കൊണ്ടു തന്നു. അത് കഴിഞ്ഞ് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ശമ്പളം കഷ്ടപ്പെട്ട് എനിക്ക് തിരിച്ചു തന്നു. അങ്ങനെ എൻ്റെ ഓരോ പ്രയാസത്തിലും എന്നോടൊപ്പം എൻ്റെ കൂടെ മറഞ്ഞു നിന്ന് എല്ലാ സഹായവും ചെയ്തു തരുന്നു. ഇതെല്ലാം എനിക്ക് നേരിട്ട് കാണുന്ന സമയത്ത് ഗന്ധർവ
നിന്നോട് എനിക്ക് ചോദിക്കണം എന്നൊക്കെ പാർവതിയും ഈ സമയം പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ട്. അങ്ങനെ 3 പേരും 3 ഭാഗത്തായിട്ട് ഇങ്ങനെ പാർവതിയും പ്രിയനും കൈലാഷരുടെ സ്നേഹം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ 3 പേരും ജൂബിലി ഫംഗ്ഷന്റെ അന്ന് ഇക്കാര്യം ഈ സ്നേഹം തുറന്നു പറയണം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് കേട്ടോ അവർ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെ പാർവതി ആ മാല നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഗന്ധർവ വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കരുത് എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. ഈ സമയം പ്രിയനാണെങ്കിലോ പാർവതിയുടെ ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. എന്നെ ഒരിക്കലും നീ തള്ളി പറയരുത്, എന്നെ നീ ഇഷ്ടമില്ല എന്ന് ഒരിക്കലും പറയരുത് പാർവതി, എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്ന് പ്രിയനും മനസ്സിൽ ചിന്തിക്കുകയാണ്. ഈ സമയം കൈലാഷ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ നിനക്ക് ഈ സമ്മാനമായി എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ് ഈ മോതിരം തരുന്ന സമയത്ത് ഒരിക്കലും പാർവതി നീ എന്നെ അംഗീകരിക്കാതിരിക്കരുത്, എന്നെ ഇഷ്ടമല്ല എന്ന് നീ ഒരിക്കലും പറയരുത് പാർവതി എന്ന് കൈലാഷും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പാർവതി ഉറങ്ങാൻ കിടക്കുകയാണ്. ആ ഉറങ്ങുന്ന സമയത്താണ് അവരുടെ റൂമിലേക്ക് ആരും അറിയാതെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ വരുന്നത്. എന്നിട്ട് മുക്ത മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവളെയാണത്രേ കൈലാഷ് സ്നേഹിക്കുന്നത്, ഈ നാട്ടും പുറത്തുകാരിയെ എന്ത് കണ്ടിട്ടാണ് കൈലാഷ് സ്നേഹിക്കുന്നത്, എന്തായാലും എൻ്റെ ജീവിത സുഖം ഇല്ലാതാക്കിയ ഇവളെ, എൻ്റെ മനസ്സിലെ ആഗ്രഹം ഇല്ലാതാക്കിയ ഇവളെ ഞാൻ ഇനി വെറുതെ വിടില്ല, ഇവളെ ഇന്നത്തോടു കൂടി ഇവളുടെ കഥ കഴിയണം, ഇനി കൈലാഷ് ഒരിക്കലും ഇവളെ സ്നേഹിക്കാനും പോകുന്നില്ലല്ലോ, ഇവളെ ഇല്ലാതാക്കിയാൽ പിന്നെ എങ്ങനെയാണ് കൈലാഷ് ഇവളെ വിവാഹം കഴിക്കുക, ഇന്ന് തന്നെ ഇവളെ ഇല്ലാതാക്കണം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പാർവതിയുടെ റൂമിൽ വന്ന് മുക്ത പാർവതിയെ കൊല്ലാൻ വേണ്ടി കത്തിയെടുത്ത് അങ്ങ് ഓങ്ങുകയാണ് കേട്ടോ. വയറ്റിലേക്ക് കുത്താൻ വേണ്ടി അങ്ങ് നോക്കുകയാണ്. അതോടുകൂടി പെട്ടെന്ന് മുക്തയ്ക്ക് അങ്ങ് ഓർമ്മ വരികയാണ്, എന്തിനാണ് ഇവളെ കൊല്ലുന്നത്, ഇവളെ കൊന്നു കഴിഞ്ഞാലും കൈലാഷ് തന്നെ ഇവളെ ഓർത്ത് ജീവിതം പാഴാക്കി കളയും, മറ്റൊരാളെയും വിവാഹം കഴിക്കില്ല, അതുകൊണ്ട് കൈലാഷ് ഇവളെ വെറുക്കണം, കൈലാഷും കൈലാഷിൻ്റെ അമ്മയും അച്ഛനും കമ്പനിയിലുള്ളവരും നാട്ടുകാരും ഇവളുടെ അച്ഛനും അമ്മയും അങ്ങനെ എല്ലാവരും ഇവളെ വെറുക്കണം, എന്നിട്ട് ഇവള് തന്നെ സ്വയം ആത്മഹത്യ ചെയ്യണം, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എന്ന് ഓർത്തോണ്ട് അതിനുള്ള വഴിയാണ് നോക്കേണ്ടത് എന്ന് മുക്ത മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. എന്നിട്ട് പാർവതിയെ കൊല്ലാതെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ തന്നെ മുക്ത തിരിച്ചു പോവുകയാണ്. അങ്ങനെ മുക്ത വന്നതും പോയതും ഒന്നും തന്നെ അവർ 4 പേരും അറിയുന്നില്ല. എന്നിട്ട് മുക്ത പിന്നെ മറ്റൊരു പ്ലാൻ തയ്യാറാക്കുകയാണ് പാർവതിയെ തകർക്കാൻ വേണ്ടി. അതും ജൂബിലി ഫംഗ്ഷന്റെ അന്ന് തന്നെയാണ് കേട്ടോ പാർവതിക്ക് മുക്ത ഒരു പണി കൊടുക്കുന്നത്.